ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നല്ല നാരങ്ങ കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതി. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ നാരങ്ങയാണ്. ഇവിടെ ചെറിയ നാരങ്ങ പഴുത്തത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ നാരങ്ങ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പഴുത്ത നാരങ്ങ ചെറുത് കിട്ടുകയാണെങ്കിൽ ഒരു 10-15 എണ്ണം വെച്ചിട്ട് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത് റെഡിയാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: നല്ല പഴുത്ത നാരങ്ങ, പച്ചമുളക് 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഉണക്കമുളക് 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി കുറച്ചധികമുണ്ട്, ഒരു 10-12 എണ്ണം, കറിവേപ്പില ഒരു തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഉലുവ 2 ടീസ്പൂൺ, വിനാഗിരി, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾക്ക് 10-15 ദിവസം നാരങ്ങ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാനാണെങ്കിൽ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് സ്റ്റീം ചെയ്ത്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുരുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മളെ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാവും കുറച്ചുകൂടെ ടേസ്റ്റ്. എനിക്കിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് അധികമുണ്ട്, 2 ടീസ്പൂണാണ് ഉള്ളത്. ഇത് രണ്ടും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയിലേക്കാണ് ഇടുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം നമുക്ക് ഉണക്കമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നല്ല കാന്താരി മുളകൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. അത് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് നമുക്ക് കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് പച്ചമുളക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേറൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓൾറെഡി വെന്ത നാരങ്ങയാണ്, നമ്മൾ സ്റ്റീം ചെയ്തപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഒന്നും നമുക്ക് വേവിക്കേണ്ട. നമ്മളുടെ ഈ മൂപ്പിച്ച മസാലകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ പിടിക്കണ വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അധികം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിൽ കണ്ടോ നിങ്ങൾ, ഇതിൽ വെള്ളം ഓൾറെഡി ഉണ്ട്. അത് നാരങ്ങയുടെ നീരൊക്കെ നന്നായിട്ട് ഇളകി വന്നതാണ്. അതിനൊപ്പം തന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം.
ഇനി നമുക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ അച്ചാർ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ അത്രയും വെള്ളത്തിലാണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഗ്രേവി എല്ലാം വറ്റി ഒരു പാകത്തെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എപ്പോഴും നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ നമ്മൾ എന്ത് അച്ചാറാണെങ്കിലും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ആ പാത്രം നനവില്ലാത്തതായിരിക്കണം. അതുപോലെ തന്നെ അച്ചാർ നമ്മൾ കുപ്പിയിൽ നിന്ന് എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാനും ശ്രദ്ധിക്കണം. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഉപയോഗിക്കാനും തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൂടധികമുള്ള കാലമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും നാരങ്ങ അച്ചാറും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.